നാളായി ഇസ്രായേലിൽ കിടന്ന് കുരച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാലപ്പടക്കം അവൾക്കിപ്പോ ഭയങ്കര സന്തോഷമാണ്. കാരണം അവളുടെ സന്തോഷത്തിന് അതിരുകളില്ല എന്നുള്ളതാ. ഇതുപോലെ സ്ത്രീ ജന്മങ്ങൾക്ക് അപമാനമായിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തെ പറയിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഇതുപോലത്തെ പുഴുത്ത ജന്മങ്ങളുണ്ടല്ലോ. ഏതോ കാണ്ടാമൃഗത്തിന് ആയിട്ടുള്ള ഈ വൃത്തികെട്ട മോള് കിടന്നുകൊണ്ട് കുരയ്ക്കുന്ന ആ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കാണണം. ചൂടുവാർത്ത എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒത്തിരി നാളുകൾക്ക് ശേഷം വളരെ സന്തോഷം നിറഞ്ഞ് വളരെ പുഞ്ചിരിയോടുകൂടി ഒരു വാർത്ത നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനായിട്ട് സ്വർഗത്തിലെ വലിയവനായ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പം കൂട്ടക്കരച്ചില് ഇനി എല്ലാവർക്കും കരയാം. ഇന്ന് മാധ്യമങ്ങളുടെ വാർത്തകൾ കണ്ടപ്പോൾ തന്നെ അതിനകത്ത് മുഴുവനും ഇരവാദവും കരച്ചിലും ഒക്കെ നമുക്ക് കേൾക്കാമായിരുന്നു. മാധ്യമങ്ങള് കരഞ്ഞു തുടങ്ങി. ഇറാനിലെ സ്കൂളിൽ 5 കുഞ്ഞുങ്ങളെ ഇസ്രായേൽ ദാരുണമായി കൊന്നൊടുക്കി. കണ്ണിൽ ചോരയില്ലാത്ത ഇസ്രായേല് ഇറാനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ 5 കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി. പെൺകുട്ടികളുടെ സ്കൂളിനകത്തോട്ട് എവിടുന്നടാ ഈ തള്ളു വാർത്തയൊക്കെ ഇവന്മാർക്ക് കിട്ടുന്നതെന്നുള്ളത് മനസ്സിലാകുന്നില്ല. എന്തായാലും കരച്ചിലും ബഹളവും കൂട്ടക്കരച്ചിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ മാധ്യമങ്ങളെല്ലാം തന്നെ കരയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നല്ലതുപോലെ കരയാം. അവസരങ്ങൾ ഇസ്രായേൽ ഇങ്ങനെ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. ഒന്നും ഓർത്ത് വിഷമിക്കരുത് മാധ്യമങ്ങളെ. നല്ല വൃത്തിയാണം കരഞ്ഞോ. നമ്മുടെ കൊതമേനിയുടെ കളിസം കീറി ഇസ്രായേൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഹൂറിയുടെ അടുത്ത് പോയിരുന്നു കൊണ്ട് ആർക്ക് എന്ത് ചെയ്യാം? കൊതമേനിക്ക് ഇസ്രായേലിനെ ഇനി ചൊറിയണമെങ്കിൽ ഹൂറിയുടെ അടുത്ത് പോയിരുന്ന് ചൊറിയാം. സംസ്കാരം അറിയാലോ. അപ്പൊ കൊതമേനി ഇറാന്റെ ഇപ്പം ഇസ്രായേലിനെ തീർത്ത് കളയും, ഇപ്പൊ തട്ടിക്കളയും, ഇസ്രായേലിനെ ഇപ്പൊ മുടിച്ചു കളയും എന്നൊക്കെ പറഞ്ഞ കൊതമേനി അങ്ങ് പോയിട്ടുണ്ട് ഹൂറിയുടെ അടുത്തോട്ടേക്ക്. പക്ഷെ സാധാരണക്കാരൻ ഇവനിട്ട് 2 ഇടി കിട്ടണമെന്ന് ആഗ്രഹിക്കും. അങ്ങനെ മധുരപരമായ സഹോദരങ്ങൾ ഇന്ന് എല്ലാവരും കേക്ക് വിളമ്പിക്കോ. ഇറാന് മുഴുവനും ബക്ലോവ വിളമ്പുക. നിങ്ങൾ എല്ലാവരും നാട്ടില് കേക്കുള്ളവരൊക്കെ കേക്ക് വിളമ്പിക്കോ. ഗെയിം ഓവർ. കളിയോടെ കളി. നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ. കഴിഞ്ഞ പ്രാവശ്യവും ഇസ്രായേലിന് ഇതുപോലെ ചൊറിയാൻ വേണ്ടി വന്നായിരുന്നു. ഓർക്കുന്നുണ്ടോ? ചൊറിയുക, അടിമേടിക്കുക, കരയുക, ഓടുക. ചൊറിയുക, അടിമേടിക്കുക, കരയുക, ഓടുക. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലെ അടിമേടിച്ച് ചൊറിഞ്ഞോണ്ട് പോയപ്പം നമ്മളൊരു പാട്ട് പാടിയായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഫ്ലാഷ് ബാക്ക്. ഞാനിത് കേട്ടപ്പോഴും തകർന്നു പോയി. എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അയ്യോ, അങ്ങനെ എടുത്തോണ്ട് പോവാൻ എനിക്ക് ചിന്തിക്കാൻ വയ്യേ. എന്റെ അപ്പച്ചി. അയ്യോ. ഇനി ആര് ബാക്കിയുണ്ട്? ഇനി ആരും ഒന്നും ബാക്കിയില്ലെന്നാ തോന്നുന്നേ. ബാക്കിയുള്ളവരൊക്കെ ബാ. ഇന്താടി പോതുമാ. എന്തിന്റെ കുഞ്ഞാണോ ഇത്? ജീവപര്യന്തം തന്നെ എത്ര വർഷം അറിയാമോ? അങ്ങനെ ഇത്ര വർഷമൊന്നുമില്ല, എത്ര വർഷം വേണോ ആകാം. എന്തായാലും മിനിമം ഒരു 15 കൊല്ലം വരും. എന്തിനാ? നിന്നെ കൊന്നിട്ട് ജയിലിൽ പോകാൻ.